ഒരു പ്രേമത്തിലേക്ക് കടക്കണമെങ്കിൽ, ലവ് ജിഹാദിലേക്ക് പ്രേമത്തിലൂടെയാണല്ലോ പോകുന്നത്, കടക്കണമെങ്കിൽ 4 സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഒന്നാമതായിട്ട് ആകർഷണം ഉണ്ടാവണം. ഒരു ഒരു ചെറുക്കനെ കാണുമ്പോൾ ആകർഷണം ഉണ്ടാവുക. അത് സൗന്ദര്യം കൊണ്ടാവാം, ആകാരഭംഗി കൊണ്ടാവാം, ശക്തി കൊണ്ടാവാം, ബുദ്ധി കൊണ്ട്, എന്തുകൊണ്ടാവാം ആകർഷണം ഉണ്ടാകുന്നു. അത് പ്രേമത്തിലേക്ക് നയിക്കാം. രണ്ടാമത് സാമ്യം ഉണ്ടാകുകയാണെങ്കിൽ പ്രേമത്തിലേക്ക് നയിക്കാം. അതായത് ഈ പെൺകൊച്ചിന് അവൾ നോക്കുമ്പോൾ അവനുമായിട്ട് സാമ്യമുണ്ട് അതേ വിധത്തിൽ. ഇനി ആ സാമ്യം മാത്രമല്ല, ഇപ്പോൾ ഈ കൊച്ചിന് പരിചയമുള്ളതോ ഓർമ്മയുള്ളതായിട്ടുള്ള ആരുടെയും ഒരു മുഖഭാവമോ എന്തെങ്കിലും ഒരു ഭാവം ആ മനുഷ്യനുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ഭാവം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ പ്രേമത്തിലേക്ക് കൊണ്ടുപോകാം എന്നാണ് പറയുക. മൂന്നാമത്തത് അറിവ് പകർന്നു കൊടുക്കുക. അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ഒരു ആരാധനയൊക്കെ ഉണ്ടായി, ആകർഷണം ഉണ്ടായി, പ്രേമത്തിലേക്ക് വരാം. നാലാമത്തത് വെറുതെ സാമീപ്യം ഉണ്ടെങ്കിലും പ്രേമത്തിലേക്ക് വരാം. 2 പേര് അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരിലേക്ക് പ്രേമം കടന്നു വരാം. പ്രേമം കടന്നു വന്നു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്, മരണത്തെ പോലെ ശക്തമായിട്ടത് മാറും എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലരുടെ അനുഭവത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയും. ഇനി ഇവിടെ ലവ് ജിഹാദിൽ പെടുന്നവർക്ക് എന്താ പറ്റുന്നത്? ജിഹാദ് ചെയ്യാനായിട്ട് വരുന്നവർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതെല്ലാം ചൂഷണം ചെയ്യും. ഇവൻ ആദ്യം വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വാസികളെ അല്ലാതെ അവിശ്വാസികളെ മിത്രങ്ങളാക്കരുതെന്നുള്ള പറഞ്ഞ വചനം ഓർത്തുകൊള്ളണം. ഇവർ വളരെ ആകർഷണീയമായിട്ട് പ്രത്യക്ഷപ്പെടും നമ്മുടെ പെങ്കൊച്ചുങ്ങളുടെ മുമ്പിൽ. ഇപ്പം നമുക്കറിയാം, ലവ് ജിഹാദിന് പോകുന്ന അവസരത്തിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അത്രയൊക്കെ പൂശി പോകണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ക്ലിപ്പുകൾ മീഡിയയിലൂടെ പ്രചരിക്കുന്നു. അത് നമുക്കറിയാം, പലരും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജിഹാദി വളരെ ആകർഷണീയമായിട്ട് പ്രത്യക്ഷപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുങ്ങൾ പോകുന്ന ബസ് സ്റ്റോപ്പിലോ സ്ഥലങ്ങളിലൊക്കെ ഇവരിങ്ങനെ വളരെ സുന്ദരമായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ആകർഷിക്കപ്പെടും. അത് പ്രേമത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ്. 2, ഈ കൊച്ചിന് ഈ പയ്യൻ വളരെ യുക്തനാണെന്ന് കൂട്ടുകാരെ കൊണ്ട് പറയിക്കും. സാമ്യം, നിനക്ക് ഏറ്റവും പറ്റിയ ഇന്നയാളാണെന്ന്. ഇങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ലവ് ജിഹാദിൽ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ചർച്ച ചെയ്ത് നോക്കി. ഇങ്ങനെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾ വന്നിട്ട് ഇവരെ വളച്ചിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോവുകയാണ്. 3, ഇവർ എല്ലാ വിധത്തിലും ഈ കൊച്ചിന് പറ്റിയ ഒരാളാണെന്ന് ആക്ട് ചെയ്ത് കാണിക്കും. ഇതിനെക്കുറിച്ച് പല വീഡിയോകൾ നേരത്തെ വന്നിട്ടുള്ളതാണ്. അതായത് ഈ കൊച്ചിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവൻ പ്രവർത്തിച്ച് കാണിക്കും. ഈ കൊച്ചിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ കൊച്ചിൻ്റെ കൂട്ടുകാർ വഴി മനസ്സിലാക്കി അതനുസരിച്ച് അവൻ പ്രവർത്തിക്കാനായിട്ട് അവൻ ആക്ട് ചെയ്യണം. അവർ അപ്പനെ പോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ചേട്ടനെ പോലെ ആക്ട് ചെയ്യും, ഈ കൊച്ചിന് ഇഷ്ടമുള്ള പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതിന് പ്രതികരണമായി, അതിന് റെസ്പോൺസായി പ്രേമം വളരെ മൂത്ത് വരും. അടുത്തത് സാമീപ്യമാണ്. ഈ കൊച്ചു പോകുന്ന വഴിയിലും അവിടെയും ഇവിടെയൊക്കെ സന്നിഹിതനായിരിക്കുക, അല്ലെങ്കിൽ എന്ന് സന്ദർശിക്കുക, അങ്ങനെ പ്രേമത്തെ ഉറപ്പിച്ചു കൊണ്ടുവരിക. ഈ കൂടെ നമുക്കറിയാം ചില മന്ത്രവാദങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. ഇങ്ങനെ വാസ്തവത്തിൽ ദൈവം നന്മയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന, കുടുംബജീവിതത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു കഴിവിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ജിഹാദികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റുന്നത്. ഈ പ്രേമം മരണത്തെ പോലെ ശക്തമായതുകൊണ്ട് പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ വീണു പോവുകയാണ്. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിനെ ഓർക്കുക മക്കളെ, സമയമാകുന്നതിന് മുമ്പ് പ്രേമത്തെ തട്ടി ഉണർത്തരുത് എന്ന് ഉത്തമഗീതത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. തട്ടി ഉണർത്തിയാൽ നിങ്ങളതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കും. ചതിക്കാൻ വരുന്ന ജിഹാദിയുടെ പിന്നാലെ വിഡ്ഢികളായി പുറപ്പെടുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം ജീവിതത്തോട് നിരുത്തരവാദപരമായിട്ട് ക്രൂരത ചെയ്യുകയാണ്. ആ ക്രൂരത നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളതിനെക്കുറിച്ച് അറിയും.